ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിൽ യെശയ്യാവിൻ്റെ പുസ്തകം 45-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഹല്ലേലൂയ. ശരിക്കും ഒരു ഭക്തൻ്റെ മുമ്പിലെ തടസ്സങ്ങളെ മാറ്റാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വരുന്ന ഒരു വചനമാണിത്. മനുഷ്യജീവിതത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ചില്ലറയല്ല, പ്രതികൂലങ്ങൾ ചെറുതല്ല. പക്ഷേ ഇവയെ മാറ്റാൻ നമുക്ക് കഴിയുമോ എന്നുള്ള ഒരു സംശയം നമ്മുടെ ജീവിതത്തിലുണ്ട്. സത്യത്തിൽ മനുഷ്യൻ്റെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ മാറ്റാൻ അവൻ്റെ ഭയങ്കരമായ ഗട്സ് കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ ഇടം കൊണ്ടോ ഒന്നും കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രം ആ തടസ്സങ്ങൾ മാറും. കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വചനം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വി ഡി സതീശൻ്റെ ഫോൺ നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് ചെയ്യുകയുണ്ടായി. അതിനു മുമ്പ് കേരളത്തിലെ ചില നേതാക്കൾ, അപൂർവം ചില നേതാക്കൾ, ശ്രീ സി പി ജോൺ, ശ്രീ വിൻസെൻ്റ് എന്നീ MLA-മാർക്ക് ഞാൻ ഈ വചനം ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവനിയോഗപ്രകാരം ഒരു ചിന്ത വന്നതിൻ്റെ പേരിൽ മാത്രം. മറ്റൊരു സമയം ശ്രീ വേണുനാഗവള്ളിയുടെ മകൻ വിവേക് എന്ന് പറയുന്ന മദ്രാസിലുള്ള ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രാർത്ഥനാപരമായ ഒരു സന്ദേശം ഞാൻ ഈ വചനത്തോടെ ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരു മനുഷ്യന് മാറ്റാൻ കഴിയുന്നില്ല? മനുഷ്യന് മാറ്റാൻ കഴിയത്തില്ല. കാരണം പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രതിബന്ധങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഒരുപക്ഷെ നാം പതറിപ്പോകാറുണ്ട്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളിലേക്ക് ആഴമായി ഇറങ്ങി വന്ന് അവനെ വിടുവിക്കുവാൻ കഴിയൂ. ഈ കഴിഞ്ഞ വലിയ ഭൂരിപക്ഷത്തോടെ 102 സീറ്റോടുകൂടി കോൺഗ്രസ് വന്നുവെങ്കിലും ആടി ഉലഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ എന്നോട് ദൈവാത്മാവ് പ്രാർത്ഥിക്കുവാൻ പറയുകയുണ്ടായി. സ്തോത്രം. അതിൻ്റെ ആഴത്തിൽ വചനാടിസ്ഥാനത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള തടസ്സം മാറുവാൻ, നമ്മുടെ മുന്നിലുള്ള പ്രതികൂലം മാറുവാൻ സർവശക്തനായ ദൈവം നമുക്ക് മുമ്പേ കടന്നു പോകുന്ന ഒരു അത്ഭുത വചനമാണിത്. ആ വചനത്തിൻ്റെ ആഴവും പരപ്പും നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്, വാക്കുകൾക്ക് അതീതമാണ്, വർണ്ണനകൾക്ക് അതീതമാണ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് മുമ്പായി കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കിയാൽ, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളഞ്ഞാൽ നമ്മുടെ തടസ്സം മാറിയെന്നർത്ഥം.
ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവം നമുക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലിരിക്കുന്ന ഗുപ്തനിധികളെയും തരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് ചില അനുഗ്രഹങ്ങൾ വരാനുണ്ട്, ചില നന്മകൾ വരാനുണ്ട്. അത് പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശത്രുവാകുന്നവൻ കൊണ്ടുവരുന്ന തടസ്സങ്ങളെ മാറ്റാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്, നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്, ദൈവവചനത്തിന്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഈ തടസ്സങ്ങളെ മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. പ്രതിബന്ധങ്ങൾ ആഞ്ഞടിച്ചോട്ടെ, പ്രതികൂലങ്ങൾ ചുറ്റും വന്നോട്ടെ, എന്നാൽ അവയെല്ലാം തകർക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്നുള്ളത് ഓർത്തുകൊള്ളുക. ദൈവവചനത്തിൻ്റെ ശക്തി അപാരമാണ്. നാം തളർന്നിരിക്കുമ്പോൾ, നാം പതറിയിരിക്കുമ്പോൾ, നാം വിഷമത്തിലിരിക്കുമ്പോൾ കേൾക്കപ്പെടുന്ന ദൈവിക ദൂത് നമ്മെ ധൈര്യപ്പെടുത്തും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ അപൂർവം ചിലരോട് ഞാൻ ഈ വചനം ഷെയർ ചെയ്യുകയുണ്ടായി. അപൂർവം പേരോട് മാത്രമല്ല, ഹല്ലേലൂയ, തടസ്സം നേരിടുന്ന ഏതൊരു വ്യക്തിക്കും ഈ വചനം ഏറ്റെടുക്കാം. നിൻ്റെ മുമ്പിലെ തടസ്സം മാറ്റാൻ, നിൻ്റെ പ്രതികൂലത്തെ മാറ്റാൻ, നിൻ്റെ പ്രതിബന്ധത്തെ മാറ്റാൻ സർവശക്തനാ ദൈവം നിനക്ക് മുമ്പായി കടന്നു ചെന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ആ തടസ്സം അത് നിർവീര്യമായി പോകും. ഹല്ലേലൂയ, സ്തോത്രം. മാറി മറിഞ്ഞു വരുന്ന എന്ത് പ്രശ്നങ്ങളാകട്ടെ, എന്ത് പ്രതികൂലങ്ങളാകട്ടെ, എന്ത് പ്രതിബന്ധങ്ങളാകട്ടെ, അതിനെ തകർത്ത് കളയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് കഴിയും എന്ന് നിനക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ തടസ്സം മാറ്റി നിന്നെ അനുഗ്രഹത്തിൻ്റെ പന്താവിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നത് വാസ്തവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കോരശനോട് പറഞ്ഞ ഈ വചനം യെശയ്യാവ് 45:1, 2, 3 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. ആമേൻ.